ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇഫ്താർ സ്പെഷ്യൽ ബീഫ് കട്ട്ലറ്റ് ആണ്. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് പുഴുങ്ങി വെച്ചതാണ് ഞാൻ നേരത്തെ ഉപ്പ് ചേർത്ത്. പിന്നെ ഒരു 3 പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 200 ഗ്രാം ബീഫ് നല്ലതുപോലെ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ചതാണിത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാള ഇങ്ങനെ പൊടിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, പിന്നെ മല്ലിയില വേണം, കറിവേപ്പില വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അതുപോലെ എഗ്ഗിന് പകരം ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ പതഞ്ഞ് വരുന്നത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ച ബീഫ് ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് പൊടിച്ചും അതുപോലെ തന്നെ ഇതൊന്ന് ക്രഷ് ചെയ്തൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ നല്ലതുപോലെ ഉടച്ചിട്ടുണ്ട്. അതുപോലെ ബീഫും ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള മസാല 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒരുപാട് ഉപയോഗിക്കാത്തതാണ് നല്ലത്. നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാൻ അങ്ങനെ ചെയ്താലാണ് പൊട്ടിപ്പോകാതിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇത് പേസ്റ്റിന് പകരം നിങ്ങൾ അരിഞ്ഞെടുക്കുന്നതായാലും മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വാടി വരാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങിലും അതുപോലെ ബീഫിലും ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് ഒരെണ്ണം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഈ സവാള നല്ലതുപോലെ വഴന്ന് വരണം. ശരിക്കും തളർന്ന ഒരു കുഴഞ്ഞ അവസ്ഥയിലായിട്ട് വരണം. അല്ലെങ്കിൽ നമ്മൾ ഈ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് എണ്ണയിലേക്ക് ഇടുമ്പം പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. പലരും പറയാറുണ്ട് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ എണ്ണയിലിട്ട് കഴിയുമ്പോൾ അതിങ്ങനെ പൊട്ടി പോകുന്നുണ്ടെന്ന്. അപ്പോൾ അത് ഇല്ലാതിരിക്കണമെങ്കിൽ ഈ സവാള നന്നായി വഴന്നിട്ട് കിട്ടണം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ബീഫ് മസാലയല്ല, മീറ്റ് മസാലയല്ല ഞാൻ ചേർത്തിട്ടുള്ളത്, ചിക്കൻ മസാലയാണ്. ആ ചിക്കൻ മസാല ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഈ മസാലേൻ്റെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഒന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ബീഫും ഈ സവാളയും അതുപോലെ ഈ മസാലകളും എല്ലാം കൂടെ ഒന്ന് ശരിക്കും ഒന്ന് മിക്സായിട്ട് വരണം. അത്രയും സമയം ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് ഇത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങൊന്ന് ജസ്റ്റ് നിങ്ങൾ ഒരുപാട് വെള്ളം വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങരുത്. അതുപോലെ തന്നെ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് മുറിക്കാതെ പുഴുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വെള്ളം കൂടുതലായിട്ട് കയറുന്നത് ഒഴിവായി കിട്ടുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ വെച്ചൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കൈകൊണ്ട് പിടിക്കാനുള്ള അത്രയും ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്യാനുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/2 കപ്പ് വെള്ളത്തോളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച്
ഒരു ബാറ്ററാക്കി മാറ്റണം. ഇതിനകത്താണ് നമ്മൾ ഈ കട്ലൈറ്റ് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ റോള് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൊടിയോ എന്താണോ നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ബ്രെഡാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബ്രെഡാകുമ്പോൾ അത് ശരിക്കും അതാ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 6 പീസ് ബ്രെഡ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് മുക്കിയെടുക്കാനുള്ളതും തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇത് കൂട്ടും ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു കട്ലൈറ്റ് ഷേപ്പറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പിയുടെയൊക്കെ അടപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ചോറ്റുപാത്രത്തിൻ്റെ അടുപ്പൊക്കെ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരല്പം എണ്ണ പുരട്ടിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ടൊന്ന് കമഴ്ത്തി പിടിച്ച് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതാവുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നീക്കി കൊടുത്താൽ നമുക്ക് ആ ഷേപ്പിലിങ്ങ് വരും. ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മൈദയുടെ ഈ സൊല്യൂഷനിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം. ഇനി നമുക്കിത് ഈ ബ്രെഡ് ക്രംസിലൊന്ന് റോള് ചെയ്തെടുക്കണം. അപ്പോൾ 2 കയ്യിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഈ ബ്രെഡ് ക്രംസ് തീർന്നു പോവും. നമ്മൾ അതേ കൈ കൊണ്ട് തന്നെ ഇതിലിട്ട് റോൾ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാ വശത്തും റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 2 ഷേപ്പറിൽ വെച്ചിട്ടും ഷേപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ഷേപ്പിലുള്ള കട്ലൈറ്റാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എണ്ണ ഒഴിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത്. ഒരു നല്ലോണം എണ്ണ ഒഴിച്ച് ഈ കട്ലൈറ്റ് അതിനകത്ത് മുങ്ങിക്കിടന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടാതെ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കട്ലൈറ്റിന് ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കുമല്ലോ. ആ ബീഫ് വേവിച്ചെടുത്തിട്ടുള്ള ആ വെള്ളത്തിൽ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ നമ്മളെ കട്ലൈറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ബീഫിൻ്റെ ആ ഒരു രുചി നമ്മളെ കട്ലൈറ്റിനകത്തേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പം ആ ബീഫ് കട്ലൈറ്റിൻ്റെ ആ ശരിക്കുള്ള ഫ്ലേവറും ടെക്സ്ചറും ഒക്കെ നമുക്ക് അപ്പോഴാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇത് 2 ഭാഗവും നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കട്ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിന് പറ്റിയൊരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ടൊമാറ്റോ കെച്ചപ്പിനിട്ട് വളരെ ബെസ്റ്റാണ്. ഇപ്പോൾ നമ്മളിത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് നോമ്പ് തുറയുടെ ടൈം ആകുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 1 മണിക്കൂർ മുന്നേ ഒക്കെ ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ തന്നെയാണ്. ഇനി എരിവ് കൂടുതലൊക്കെ വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ എന്നുള്ളത് 2 ടീസ്പൂണൊക്കെ ആക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വീഡിയോ എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് എപ്പോഴും കിട്ടണം. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.